ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു തേഴ്സ്ഡേ ഈവനിങ്, ഇവിടെ തേഴ്സ്ഡേ ബഹ്റൈനിൽ പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ നമ്മളൊരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് കൂടെ ഉണ്ടെന്ന് നോക്കിയാലോ. ടോൺസൺ ഉണ്ട്, ക്രിസ്റ്റി ഉണ്ട്, നംഷി ഉണ്ട്, ഇസി ഉണ്ട്, തസ്ലീം ഉണ്ട്. യെസ്, അപ്പോൾ തസ്ലീം പറഞ്ഞ പോലെ ഇത്ര ആൾക്കാരായിരുന്നു എൻ്റെ കാറിലുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ അക്ഷിതയുടെ വീട്ടിലാണ് ഇന്നത്തെ ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളവിടെ ഇറങ്ങുമ്പോഴത്തേക്കും ശില്പിയും ഷാനുവും മഞ്ജു ഇവരൊരു വണ്ടിയിൽ ഒരു സൈഡിൽ നിന്ന് വന്നു. ആൻഡ് ദെൻ നമ്മളെല്ലാവരും ഒരു സ്പോട്ടിൽ കണ്ടുമുട്ടി. ആൻഡ് ഗൈസ്, ട്രസ്റ്റ് മീ, ആ ഒരു ഏരിയയിൽ മൊത്തം മസാജ് സെൻറ്റേഴ്സ് ആയിരുന്നു. ഇവർ തമ്മിൽ മത്സരമായിരുന്നു, ആർക്ക് ആദ്യം പോകണം മസാജ് സെൻറ്ററിൽ എന്ന്. ആൻഡ് അക്ഷിതയുടെ റൂം വരുന്നത് അതിലിയയിലാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈം ആണ് ഇവളുടെ വീട്ടിലേക്ക് പോകുന്നത്. ആൻഡ് അവർ ഞങ്ങളെ നോക്കി കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അക്ഷിതയും സോനും കൂടി. ആൻഡ് ദെൻ നമ്മൾ തുള്ളിച്ചാടി ഞങ്ങൾ അവിടെ എത്തിയത് തന്നെ എല്ലാവർക്കും അറിഞ്ഞു കാണും, കാരണം അത്രയും ബഹളമായിട്ടാണ് നമ്മൾ പോയത്. ആൻഡ് ആദ്യം തന്നെ ഷാനു സോഫയിൽ കയറി. ആൻഡ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ്റെ വയർ ആ പില്ലോ വെച്ച് അവൻ കവർ ചെയ്തു. സോ ഇതാണ് അക്ഷിതയും ഹസ്ബൻഡും. ആൻഡ് പറയാണ്ടിരിക്കാൻ വയ്യ, വെരി ബ്യൂട്ടിഫുൾ ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു പുള്ളിക്കാരത്തിയുടേത്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഒരു ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ആൻഡ് വെരി ക്ലീൻ ആൻഡ് പുതിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ് അവരെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 months 5 months അത്രേ ആയിട്ടുള്ളൂ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട്. ഇവരാണ് അവിടുത്തെ ആദ്യത്തെ ടെനൻ്റെന്ന് തോന്നുന്നു എനിക്ക്. ആൻഡ് എല്ലാവരും കൂടി ആദ്യം തന്നെ ആ സോഫാസിൽ അവരവരുടെ പൊസിഷൻസ് ഉറപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അൻസലിൻ്റെ ഹസ്ബൻഡ് അവരൊക്കെ കൂടി വന്നു. പിന്നെ ഇങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ടൈമിങ്ങിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് എൻ്റെ ഹസ്ബൻഡിനും നമ്മുടെ പൂക്കി മോക്കും ലേറ്റർ ഓൺ ആയിരുന്നു ഷിഫ്റ്റ് കഴിഞ്ഞവർ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് വന്നവർക്ക് നമ്മൾ എന്ത് ചെയ്തു, അവൾ കോക്ക് ഒഴിച്ചു. ആൻഡ് ദെൻ വി റീക്രിയേറ്റഡ് എ പെണ്ണ് കാണൽ സീൻ. പക്ഷെ ചീറ്റിപ്പോയി മഞ്ജു. പെണ്ണ് കാണാൻ എല്ലാം കോക്ക് കൊടുക്കുമ്പം അത് ആദ്യം ഷാനുവിനായിട്ട് കൊടുക്കാനുണ്ടായിരുന്നത്. പക്ഷെ അത് തന്നെ തസ്ലീമിന് കൊടുത്തു. അത് കണ്ടോ, ഷാനുവിൻ്റെ മുഖത്തുള്ളൊരു നാണം കണ്ടോ ഗൈസ് നിങ്ങൾ? നമ്മുടെ അടുത്ത കപ്പിളാണ് ഇവർ ആസ് സൂൺ ആസ് പോസിബിൾ അവർ കല്യാണം കഴിക്കും എന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ആൻഡ് എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾ കാണാത്ത രണ്ടുപേരെയും കൂടി നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ക്രിസ്റ്റി ആൻഡ് നംഷി. നമ്മൾ എപ്പം എന്ത് ഇവൻ്റ് വെച്ചാൽ ഇവർക്ക് ഒന്നെങ്കിൽ ഡ്യൂട്ടി അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ മിസ് ഔട്ട് ആവാറാണ് പതിവ്. ബട്ട് ഇത്തവണ അവർ നമ്മൾ കൂട്ടത്തിലുണ്ട്. ആൻഡ് ഇത് കണ്ടോ, ഇത് അക്ഷിതയുടെ ഒരു സ്മോൾ ഗാർഡനാണ്. അവൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ബാൽക്കണി ഉണ്ട്, അവിടെ പുള്ളിക്കാരത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആൻഡ് നമ്മൾ ഫസ്റ്റ് സെറ്റ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം അപ്പോഴത്തേക്കും അൻസലിനെ വന്നു. ആൻഡ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം പോയി ഒന്ന് സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ആൻഡ് അതിന് ശേഷം തലങ്ങും വിലങ്ങും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി, നമ്മുടെ സ്ഥിരം പരിപാടി ഊക്ക് എത്ര തന്നെ. ആൻഡ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അരുണും ലക്ഷ്മിയും കൂടി വന്നു. ഇവരും നമ്മളുടെ ഈ ഒരു ഗെറ്റ് ടുഗെദറിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ആൻഡ് നമ്മൾ ഒരു Q&A സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂക്കി മോൾക്കും ടോൺസിനും കൂടി. അവർ ഈ പരിചയപ്പെട്ട് ഒരു ഫ്യൂ മന്ത്സ് ആയി. അപ്പം അവരെത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. പുള്ളിക്കാരത്തിന്റെ ഫേവറേറ്റ് കളർ ഏതാണെന്നറിയോ? നല്ല 1 point പോയിട്ടുണ്ട്. ആർക്ക് പോയിന്റ്? പൂക്കി കറക്റ്റാ പറഞ്ഞ വൈറ്റ്. ടോൺസിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ടോൺസിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? പറ ഫേവറേറ്റ് ഫുഡ് ഏതാ? ബിരിയാണി. ഫുഡ് ഏതാ? ഈസി ആൻസർ പറഞ്ഞു. ഫിഷ്
സൈഡ് ഡിഷ് എന്താ കിട്ടി കിട്ടി ഒന്നേ ഒന്ന് രണ്ടേ ഒന്ന് ഓക്കെ രണ്ടേ ഒന്ന് പൂക്കിക്ക് രണ്ടാണ് ഒക്കെയാണ് ലീഡിങ് പൂക്കിന്റെ വീട്ടുപേരെന്താ ടോൺസിന്റെ വീട്ടുപേരെന്താ കുന്നത്താറ് വീട്ടിന്റെ പേരാ പഠിച്ചല്ലോ എന്താ വീട്ടുപേര് ഞാൻ കേട്ടിട്ടില്ല നന്നായി ടോൺസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് May 22nd. ഇയർ പറയണോ? ഇയർ പറ 94 ജോബ് ഓക്കെ പൂക്കിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ പൂക്കിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിലാണ് ഡേറ്റ് പറ പറ ഏപ്രിൽ 7, 1999. ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കുക്കിയുടെ ടോൺസിന് ഏതായിരിക്കും മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക നോട്ട് ഫിക്സ്ഡ് നൈറ്റ് എനിക്കറിയില്ല അറിയില്ല ഞങ്ങൾ എന്നാലും അവന്റെ മനസ്സിൽ കുളിർമ കട്ടേക്കാൾ കോസ്റ്റ് എഫക്റ്റീവ് പറ പറ എവിടെയായിരിക്കും അവൻ മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക ഒന്നും മനസ്സിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലല്ല അവൻ കണ്ടിട്ടുണ്ട് കുറച്ച് പോഷ് ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലേടാ എന്നോട് പറഞ്ഞില്ല എന്നാ പറഞ്ഞില്ല എനിക്കറിയില്ല ക്ലൂ തരാമോ മഞ്ഞ് മല കാട് മനാലി അവൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി മനാലിക്ക് ടൂർ പാക്കേജ് എടുക്കും അല്ലേടാ അങ്ങനെയുണ്ടായിരുന്നു പറയില്ല അന്ന് പറഞ്ഞു പറയുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ല എഴുതിയിട്ടുണ്ട് എന്തെങ്കിലും അവള് എഴുതിയിട്ടുണ്ട് പുള്ളിക്കാരത്തി ഡിസൈഡ് ചെയ്ത ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ഏതാ നേപ്പാളാണോ നേപ്പാൾ അല്ല കുറച്ചും കൂടി കുറച്ചും കൂടി അല്ലല്ല ഇന്റർനാഷണൽ ലെവലാ ഇന്റർനാഷണൽ ലെവലിലാ പുള്ളിക്കാരത്തി എഴുതിയിരിക്കുന്നത് അവരിപ്പോഴേ കണക്ക് കൂട്ടി ഓക്കെ പറ പുള്ളിക്കാരത്തി ചൂസ് ചെയ്ത സ്പോട്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള സംഭവം ഇന്റർനാഷണൽ എനിക്കറിയില്ല നോട്ട് ഫിക്സ്ഡ് ഞാൻ കുട്ടിന്റെ അങ്ങനെ എഴുതിയപ്പോ എനിക്ക് സമ്മതിച്ചില്ല എന്താ ഓക്കെ അടുത്തത് പൂക്കിക്ക് ഇഷ്ടം ഷർട്ട് ആണോ ടീഷർട്ട് ആണോ ടീഷർട്ട് ടോൺസ് എന്താ ഇഷ്ടം ടീഷർട്ട് ഓ ഇതിലെങ്കിലും ഒത്തരവുണ്ടല്ലോ ഓക്കെ നിങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പ് എക്സ്പീരിയൻസ് പറഞ്ഞേ മെഗ്ഡി ആയിരിക്കും അല്ലേടാ ആൻഡ് യാ ഗൈസ് നമ്മുടെ Q&A അടിപൊളിയായിരുന്നു. വി ഹാഡ് സോ മച്ച് ടു ലാഫ്. നമ്മൾ ഓരോ ചോദ്യം ചോദിക്കുമ്പം ഗേൾസിനെ അറിയാമല്ലോ, നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും, പക്ഷേ ആണുങ്ങൾ അങ്ങനെയല്ലല്ലോ. ആൻഡ് കുറേ ഫണ്ണി ഫാക്ടേഴ്സ് നമുക്ക് അതിന് ചിരിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറേ നേരമായി നമ്മൾ അക്ഷതയും സോനും മിസ്സിങ് ആണെന്ന് മനസ്സിലാക്കി കിച്ചണിൽ നോക്കിയപ്പം ഇവരിവിടുന്ന് പപ്പടം വറക്കുന്നു ആൻഡ് എല്ലാം ചൂടാക്കുന്നു, റെഡിയാക്കുന്നു. ആൻഡ് അടിപൊളി ഫിഷ് ബിരിയാണി ഉണ്ടായിരുന്നു, ഇടിയപ്പം, ചിക്കൻ സ്റ്റ്യൂ, സാലഡ്, പിന്നെ അവളുടെ ഐറ്റം ആയിരുന്നു ക്യാരറ്റ് ഹൽവ. ഐ തിങ്ക് എനിക്ക് ക്യാരറ്റ് ഹൽവയുടെ ക്ലിപ്പിങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യാത്തത്. ആൻഡ് ഫുഡ് കൊണ്ടുവച്ചാൽ പിന്നെ അറിയാമല്ലോ, കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയതുപോലെ ആയിരുന്നല്ലോ. ആൻഡ് എല്ലാവരും കൂടി ഫുഡൊക്കെ എൻജോയ് ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചത്. ലൈക്ക് ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ അങ്ങനെയൊരു സംഭവമൊന്നും നമ്മുടെ ഇതിൽ ഇല്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ആൻഡ് അടിപൊളിയായിട്ട് നമ്മളെല്ലാം പിള്ളേരും വലിയ ആൾക്കാരും ഞങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. ആൻഡ് നമ്മളവിടുന്ന് ഏകദേശം ഒരു 1:30 മണിയായി രാത്രി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ.
താങ്ക് യു സോ മച്ച് ഷാനു ആൻഡ് സോനു, അക്ഷിത ആൻഡ് സോനു നമുക്ക് ഇങ്ങനെ ഒരു ഫീസ്റ്റ് ഒരുക്കി തന്നതിന്. ആൻഡ് നമ്മൾ എല്ലാത്തിനും തിരിച്ച് എടുത്തുകൊണ്ടും ഓരോന്നിനും ഓരോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്ത് വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.